ചിന്തകൾ മനുഷ്യൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. അവ നമ്മെ ആസൂത്രണം ചെയ്യാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാനും സഹായിക്കുന്നു. എന്നാൽ ഈ ചിന്താപ്രക്രിയ അതിൻ്റെ നിയന്ത്രണം വിട്ട് ഒരു അമിത ചിന്ത ആയി മാറുമ്പോൾ അത് നമ്മുടെ മാനസികാരോഗ്യത്തെയും ദൈനംദിന ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കാൻ തുടങ്ങുന്നു. ഒരേ വിഷയത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിക്കുക, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സ്വയം പഴിക്കുക, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് അനാവശ്യമായി ആശങ്കപ്പെടുക എന്നിവയെല്ലാം അമിത ചിന്തയുടെ ലക്ഷണങ്ങളാണ്. അമിത ചിന്തയെ പ്രധാനമായും 2 രൂപങ്ങളിൽ കാണാം. റൂമിനേഷൻ, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോ സംഭവിച്ച തെറ്റുകളെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചോ നിർത്താതെ ആലോചിക്കുകയും സ്വയം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥ. ഇത് മിക്കവാറും വിഷാദരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വറിയും ഉത്കണ്ഠയും, ഭാവിയെക്കുറിച്ചോ ഇനി വരാനിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ ഉള്ള അമിതമായ ആകാംക്ഷയും ഭയവുമാണ് രണ്ടാമത്തേത്. നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പോലും ചിന്തിച്ച് ആശങ്കപ്പെടുത്തുന്ന ഉത്കണ്ഠ രോഗങ്ങളിലേക്ക് നയിച്ചേക്കാം. ഈ 2 അവസ്ഥകളിലും മനസ്സിലെ ചിന്തകൾ ഒരു പരിഹാരത്തിലേക്കോ ക്രിയാത്മകമായ നടപടിയിലേക്കോ എത്തുന്നതിനു പകരം ഒരു ചാക്രിക രൂപത്തിൽ സ്വയം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അമിത ചിന്തയുടെ ദൂഷ്യഫലങ്ങൾ: തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട്. ഓരോ സാധ്യതയെക്കുറിച്ചും അമിതമായി ആലോചിക്കുന്നതിനാൽ ഒരു ലളിതമായ തീരുമാനം പോലും എടുക്കാൻ സാധിക്കാതെ വരുന്നു. രാത്രിയിൽ ചിന്തകൾ മനസ്സിൽ നിറഞ്ഞു കിടക്കുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്നു. ഇത് പകൽ സമയത്തെ ക്ഷീണത്തിനും ഏകാഗ്രതക്കുറവിനും കാരണമാകുന്നു. നിരന്തരമായ ചിന്താപ്രവാഹം തലച്ചോറിന് വിശ്രമം നൽകുന്നില്ല. ഇത് ഉയർന്ന അളവിലുള്ള സമ്മർദ്ദ ഹോർമോണുകൾ, സ്ട്രെസ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്നു. വർത്തമാന നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തതിനാൽ സന്തോഷകരമായ നിമിഷങ്ങൾ പോലും ആസ്വദിക്കാൻ കഴിയാതെ വരുന്നു. തലവേദന, വയറുവേദന, പേശി വലിവ് തുടങ്ങിയ ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് അമിതചിന്ത കാരണമാകാം. അമിതചിന്തയെ മറികടക്കാനുള്ള മാർഗങ്ങൾ: ചിന്താസമയം നിശ്ചയിക്കുക. ദിവസത്തിൽ ഒരു നിശ്ചിത സമയം, ഉദാഹരണത്തിന് വൈകുന്നേരം 20 മിനിറ്റ്, നിങ്ങളുടെ എല്ലാ ആശങ്കകൾക്കും ചിന്തകൾക്കുമായി നീക്കിവെക്കുക. ആ സമയമല്ലാതെ മറ്റു സമയങ്ങളിൽ അത്തരം ചിന്തകൾ വരുമ്പോൾ അവയെ ചിന്താസമയത്തേക്ക് മാറ്റിവെക്കാൻ സ്വയം നിർദ്ദേശിക്കുക. വർത്തമാന നിമിഷത്തിലേക്ക് മടങ്ങുക. മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുക. ചുറ്റുമുള്ള കാഴ്ചകൾ, ശബ്ദങ്ങൾ, നിങ്ങളുടെ ശ്വാസം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെയുണ്ട് എന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. ദീർഘമായി ശ്വാസമെടുക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. ചോദ്യം ചെയ്യുക, കണ്ടെത്തുക. നിങ്ങളുടെ ചിന്തകൾ യാഥാർത്ഥ്യവുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പരിശോധിക്കുക. ശ്രദ്ധ തിരിക്കുക. അമിത ചിന്തയിലേക്ക് വഴുതി വീഴാൻ തുടങ്ങുമ്പോൾ ഉടൻ തന്നെ ശ്രദ്ധ തിരിക്കുക. ഇഷ്ടപ്പെട്ട ഒരു ഹോബിയിൽ ഏർപ്പെടുക, നടക്കാൻ പോകുക, സുഹൃത്തുക്കളുമായി സംസാരിക്കുക, അല്ലെങ്കിൽ വീട്ടുജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചിന്തയിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് ശ്രദ്ധ മാറ്റുക. എല്ലാ കാര്യങ്ങളും തികഞ്ഞ രീതിയിൽ ചെയ്യണമെന്ന് വാശി ഉപേക്ഷിക്കുക. തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. മതിയായ നല്ലത് എന്ന ചിന്താഗതി സ്വീകരിക്കുക. അമിത ചിന്ത എന്നത് ഒരു മാനസികാവസ്ഥയാണ്. ഇതിനെ ഒരു രോഗമായി കാണാതെ നമ്മുടെ മനസ്സിനെ സ്വയം പരിശീലിപ്പിക്കേണ്ട ഒരു ശീലമായി കണ്ടാൽ മതി. ചിന്തകളുടെ തടവറയിൽ നിന്ന് പുറത്തുവന്ന് വർത്തമാന നിമിഷത്തെ അംഗീകരിക്കാനും ജീവിതത്തിൽ വ്യക്തമായ നടപടികൾ എടുക്കാനും സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ സന്തോഷമുള്ള ജീവിതം നയിക്കുന്നത്. ഈ പരിശീലനത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിനെ നിയന്ത്രണം തിരികെ പിടിക്കാം.